പെസഹളർപ്പിച്ചോ ഈ ആചാരിൽ ഒരു വാക്ക് നന്ദി പറയുവാനായിട്ട് ഈ സമയം ഞാൻ ഉപയോഗിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും അതിലേറെ വിധിക്കുകയും ചെയ്ത, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ശുശ്രൂഷയിലും ഏറെ വിജയിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ജേക്കബ് അച്ഛൻ്റെ സ്വർഗീയ യാത്ര അത് ഏറ്റവും അനുഗ്രഹകരമായിരിക്കണമെന്ന് ഇതിനോട് ബന്ധമുള്ള എല്ലാവരും ഏകാഭിപ്രായമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുകയുണ്ടായി. എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. അച്ഛൻ്റെ ജീവിതവും പരിശ്രമങ്ങളും ഒക്കെ ശുശ്രൂഷയും നമുക്കെന്നും ഒരു പ്രചോദനവും മാതൃകയുമാണ്. സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് ഭവനത്തിൽ എഴുന്നള്ളി സന്ധ്യ ആരാധനയും അതുപോലെ സംസ്കാര ശുശ്രൂഷയ്ക്കും നേതൃത്വം നൽകി അനുഗ്രഹിച്ചത് അച്ഛൻ്റെ കുടുംബാംഗങ്ങളും ഇടവകയും അച്ഛനോട് ബന്ധമുള്ള എല്ലാവർക്കും വളരെ അനുഗ്രഹകരമായി ബോധ്യപ്പെട്ട കാര്യമാണ്. പരിശുദ്ധ ബാവ തിരുമനസ്സിലുള്ള ഭക്തി, ബഹുമാന, ആദരവുകൾ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് പ്രധാന കാർമ്മികത്വം വഹിച്ച് അനുഗ്രഹിച്ച കോട്ടയം മെത്രാസനത്തിൻ്റെ അഭിവന്യ തിരുമനസ്സുണ്ട്. എല്ലാ കാര്യങ്ങളും അനുഗ്രഹമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് തിരുമനസ്സുകൊണ്ട് നേരിട്ട പ്രയാസം ഇവിടെ അറിയിക്കുകയുണ്ടായി. ആ കാര്യത്തിൽ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുമാറാകണമെന്ന് ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കുകയും നിറയ്ക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവാകുകയും മനുഷ്യൻ്റെ പരിമിതിയുള്ള കാര്യങ്ങളെ നിറയ്ക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ധർമ്മഭദ്രാസനത്തിൻ്റെ അഭിവന്യ വലിയ തിരുമേനി ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിച്ച് അനുഗ്രഹിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചു. അതിലൂടെ അറിയിക്കുകയും ചെയ്തു. തിരുമനസ്സിലെ പ്രാർത്ഥനയും തിരുമനസ്സിൻ്റെ അനുഗ്രഹവും ആശീർവാദവും ഈ അച്ഛൻ്റെ ഈ യാത്രയ്ക്ക് പൂർണ്ണമായുണ്ട് എന്ന് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇപ്പോഴുള്ള ശാരീരിക ക്ഷീണത്തിലാണെങ്കിലും ഇവിടെ വന്ന് ഈ ശുശ്രൂഷയ്ക്ക് കാർമ്മികത്വം വഹിക്കുവാൻ താല്പര്യമുള്ളതായി തിരുമനസ്സുകൊണ്ട് അറിയിച്ചപ്പോൾ അച്ഛൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ ഇപ്പോഴത്തെ ക്ഷീണാവസ്ഥയിൽ തിരുമനസ്സുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയാകും എന്നറിയിക്കുകയും ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് അപ്രകാരം നിർവഹിക്കുകയുമായിരുന്നു. ഞാൻ തിരുമനസ്സിലേക്കുള്ള ഭക്തി, ബഹുമാനാദരവുകൾ അറിയിക്കുന്നു. ഭദ്രാസനയുടെ മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് അച്ഛൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞ സമയം മുതൽ ഇത് ഏറ്റവും അനുഗ്രഹകരമായി നിർവഹിക്കുവാൻ തക്കവണ്ണം, പ്രത്യേകിച്ച് ഭൗതിക ശരീരം മോർച്ചയിൽ കൊടുക്കുന്ന സമയത്ത് ഏതാണ്ട് അർദ്ധരാത്രിയോടടുത്ത സമയത്ത് അവിടെ എത്തി ശുശ്രൂഷകൾക്കും അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകുകയും പിന്നീട് ഭവനത്തിലും ദേവാലയത്തിലും എത്തി ഇന്നുവരെയുള്ള എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ട ഉപദേശവും നിർദ്ദേശങ്ങളും എല്ലാം നൽകിയുണ്ടായി. ഉയർന്ന തിരുമനസ്സ് ഇന്ന് ഈ ശുശ്രൂഷയിൽ കാർമ്മികത്വം വഹിച്ച് അനുഗ്രഹിച്ചു. ഉയർന്ന തിരുമനസ്സിലേക്കുള്ള ഭക്തി, സ്നേഹ, ബഹുമാന, ആദരവുകൾ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കണ്ടനാട് ഭദ്രാസനാധിപനും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോദോസ് സെക്രട്ടറിയുമായിരിക്കുന്ന അഭിനയ അധ്യക്ഷ സേവനോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് സഭയിൽ ഇന്ന് നിർവഹിക്കേണ്ട ശുശ്രൂഷ പ്രത്യേകമായി നിയോഗിച്ചതനുസരിച്ച് ഇവിടെ ഇന്ന് ഇതിന് എത്താൻ സാധിക്കുന്നില്ലെങ്കിലും ഇന്നലെ സന്ധ്യാരാധനയിൽ തുടർന്നുള്ള സംസ്കാര ശുശ്രൂഷകൾ സംബന്ധിച്ച് അനുഗ്രഹിക്കുകയുണ്ടായി. തിരുമനസ്സ് അച്ഛൻ്റെ ഗുരുനാഥൻ കൂടിയാണ്. ആ നിലയിൽ തിരുമനസ്സിലേക്കുള്ള സ്നേഹ, ബഹുമാനാദരവുകളും തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇടുക്കി ഭദ്രാസനാധിപനും
നഗരസഭയുടെ കോർപ്പറേറ്റ് സ്കൂളുകളുടെ മാനേജറുമായിരിക്കുന്ന അബീദ് മാത്യൂസ് മാർ നവദൂസസ് മറപ്പുറത്ത് തിരുമനസ്സുകൊണ്ട് ഇന്ന് പല പ്രോഗ്രാം ഉണ്ടായിട്ടും ഈ സംസ്കാര ശുശ്രൂഷയിൽ പൂർണ്ണമായും സംബന്ധിച്ചു ഇപ്പോഴാണ് ഇവിടെ നിന്ന് തിരുമനസ്സുകൊണ്ട് അത്യാവശ്യമായി പങ്കെടുക്കേണ്ട ചില കാര്യങ്ങളിലേക്ക് പോയിട്ടുള്ളത്. തിരുമനസ്സിലെ പേർക്കും എല്ലാ തരത്തിലുള്ള നന്ദിയും സ്നേഹവും ഭക്തിയും ഈ സമയത്ത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അലക്സാണ്ടർ എബ്രഹാം അച്ഛൻ, മദ്രാസിലെ സെക്രട്ടറി അച്ഛൻ, അച്ഛൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞ സമയം മുതൽ ഇവിടെ ഉണ്ടായിരിക്കുകയും അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും അതിന് വേണ്ട ആലോചനയും ഉപദേശവും നിർദ്ദേശങ്ങളും തരികയുണ്ടായി. അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് ഇടവയ്ക്ക് വേണ്ടിയുള്ളത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അന്യ റമ്പാച്ചന്മാർ, ഫിലിപ്പോസ് റമ്പാച്ചൻ, അധാനികൾ റമ്പാച്ചൻ, സക്രിയ റമ്പാച്ചൻ, ഗീവർഗീസ് റമ്പാച്ചൻ, അന്യ റമ്പാച്ചന്മാരെല്ലാവരോടുമുള്ള സന്തോഷം അറിയിക്കുന്നു. ഇടവകയുടെ മുൻ വികാരിമാർ എല്ലാവരും ഈ വിവരമറിഞ്ഞ സമയം മുതൽ ഭവനത്തിലും ശുശ്രൂഷയിലും സംബന്ധിച്ച് വേണ്ട ആലോചനകൾക്കും അതിൻ്റെ ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകി വികാരിമാരോടും ഈ ഇടവകയിലെ തന്നെ ഇടവകയോട് ബന്ധമുള്ള അന്യ വൈദിക ശ്രേഷ്ഠരും ശുശ്രൂഷകൾ ഭംഗിയാക്കുന്നതിൽ അവരവരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിച്ചു. അവരെല്ലാവരോടുമുള്ള സന്തോഷം കൃത്യമായിട്ട് അറിയിക്കുന്നു. ഈ ശുശ്രൂഷകൾ ഗാന ശുശ്രൂഷകൾ ഏറ്റവും ഭംഗിയായി നിർവഹിച്ചത് ജോൺ മാത്യു അച്ഛൻ, ചെറിയാൻ ജേക്കബ് അച്ഛൻ, മാത്യു സക്കറിയ അച്ഛൻ, അവരെല്ലാവരുമാണ്. അവരെല്ലാവരോടുമുള്ള സന്തോഷം അറിയിക്കുന്നു. അച്ഛൻ ഈ യാത്രയ്ക്ക് ഒരുക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ കാണിച്ചത് വർഗീസ് ജോർജ് അച്ഛനും അതുപോലെ വൈദിക സഹോദരങ്ങളുമാണ്. അവരെല്ലാവരോടുമുള്ള സന്തോഷം അറിയിക്കുന്നു. ഈ ശുശ്രൂഷ ധന്യമാക്കുന്നതിൽ ഇവിടെ എത്തിച്ചേർന്ന് അനുഗ്രഹിച്ച വൈദിക ശ്രേഷ്ഠർ എല്ലാവരോടുമുള്ള സന്തോഷം ഇടവകയുടെ നാമത്തിലുള്ളത് ഈ സമയം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വൈദിക സെമിനാരിയിലെ ശമാശന്മാര്, വൈദിക സെമിനാരി അധ്യാപക ശ്രേഷ്ഠര്, അച്ഛൻ്റെ ഗുരുക്കന്മാര് ഒക്കെയും യഥാസമയം എത്തി അനുഗ്രഹിക്കുന്നുണ്ടായി. അച്ഛൻ്റെ ഗുരുനാഥനാണ് ബഹുമാനപ്പെട്ട ജോഷ അച്ഛൻ. ശുശ്രൂഷകൾക്ക് അച്ഛൻ പാലിയേക്കരയിലെത്തി നേതൃത്വം നൽകി അനുസ്മരണ വാക്കുകൾ കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്തു. അച്ഛനോടുള്ള സന്തോഷവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. സെമിനാരിയിലെ അധ്യാപക ശ്രേഷ്ഠരോടും ശമാശന്മാരോടും വലിയ വിദ്യാർത്ഥികളെല്ലാവരോടുമുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാവരോടുമുള്ള നന്ദിയും അറിയിക്കുന്നു. വിവിധ സഭാവിഭാഗങ്ങളിലെ വൈദിക ശ്രേഷ്ഠർ, അച്ഛൻ്റെ ശുശ്രൂഷ അനുഷ്ഠിച്ചിട്ടുള്ള ഇടവകയോട് ചേർന്നുള്ള എല്ലാ വൈദികരും, സഭാവിഭാഗങ്ങളിലെ പ്രിയപ്പെട്ടവരും ഈ ശുശ്രൂഷ അനുഗ്രഹമാക്കുന്നതിൽ പ്രത്യേകമായി അനുഗ്രഹിക്കുകയുണ്ടായി. അവരെല്ലാവരോടുമുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട എം.എൽ.എ ജോസഫ് പുതുശ്ശേരി എം.എൽ.എ പ്രത്യേകിച്ച് വിലാപയാത്രയുടെ ക്രമീകരണങ്ങൾ തിരക്കേറിയ സമയത്ത് സ്കൂൾ ടൈമിലൊക്കെ അത് ഏറ്റവും അനുഗ്രഹത്തോടെ അച്ഛൻ ശുശ്രൂഷ നടത്തിയിട്ടുള്ള ഇടവുകളിലൊക്കെ ഭംഗിയായി അത് കൃത്യസമയത്ത് എത്തിച്ചേരുന്നതിന് വേണ്ട പോലീസ് ഓഫീസേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങളൊക്കെ ചെയ്ത് അത് ആ കാര്യങ്ങൾ ഭംഗിയാക്കിയുണ്ടായി. അദ്ദേഹം ഇവിടെ എത്തിയ അനുശോചന പ്രസംഗം നടത്തി. അദ്ദേഹത്തോടുള്ള നന്ദിയും അറിയിക്കുന്നു. അതുപോലെ മുൻ ഗതാഗത വകുപ്പ് മന്ത്രിയും തിരുവല്ല എം.എൽ.എയുമായിരിക്കുന്ന മാത്യു ടി തോമസ്, അദ്ദേഹവും തിരുവല്ലയിലെത്തി അനുശോചന പ്രസംഗം നടത്തി. അദ്ദേഹത്തോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഈ കുന്നന്താനം പഞ്ചായത്ത് പ്രസിഡന്റ്, വിവിധ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ, വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളുടെ വൈദിക ശ്രേഷ്ഠർ, സിസ്റ്റേഴ്സ്, ഈ ദേശവാസികളായിട്ടുള്ള ആളുകൾ എല്ലാവരും അച്ഛനെ സ്നേഹിക്കുകയും ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. അവരെല്ലാവരോടുമുള്ള സന്തോഷവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അച്ഛൻ ശുശ്രൂഷ നടത്തിയിട്ടുള്ള എല്ലാ ഇടവുകളും അച്ഛനെ സ്നേഹിക്കുകയും അച്ഛനോട് ഈ അച്ഛൻ്റെ ഭൗതിക ശരീരത്തിന് ഉചിതമായ ആദരവ് പ്രകടിപ്പിക്കുകയും ചെയ്തു. അവരെല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഏതാനും ഇടവകളിൽ അച്ഛൻ്റെ ഭൗതിക ശരീരം കൊണ്ടുചെല്ലുവാനായിട്ട് പ്രത്യേക സാഹചര്യത്തിൽ സാധിച്ചിട്ടില്ല. അവരുടെ സ്നേഹവും കരുതലും അച്ഛനോടുണ്ട്, അച്ഛനവരോടുമുണ്ട്, എല്ലാവർക്കും ഉണ്ട്, അതറിയാം. എന്നാൽ അതിനുള്ള പരിമിതി കൊണ്ടാണ് അത് അവരെ സദയം ക്ഷമിക്കുമെന്ന് പൂർണ്ണമായി ഇടവക വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇടവക ജനങ്ങൾ എല്ലാവരോടും ഉള്ള സന്തോഷവും നന്ദിയും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഈ ഇടവകയിൽ അച്ഛൻ്റെ വിലാപയാത്ര ഏറ്റവും അനുഗ്രഹമാക്കുന്നതിൽ അതിൻ്റെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് CM എബ്രഹാം ചക്കുമുക്കളാണ്. അദ്ദേഹം അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം നോക്കിക്കൊണ്ട്
അവരുടേതായിട്ടുള്ള പങ്കാളിത്തം ഏറ്റവും അനുഗ്രഹമാക്കുന്നതിൽ നിർവഹിക്കുകയുണ്ടായി. ഇടവകയുടെ ട്രസ്റ്റി ചെറിയാൻ ചാക്കോ, അതുപോലെ തന്നെ സെക്രട്ടറി ജിനു, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായി ഈ ശുശ്രൂഷയ്ക്കായി നിർവഹിക്കുകയുണ്ടായി. എല്ലാവരോടുമുള്ള സന്തോഷവും അറിയിക്കുന്നു. ഇടവകയിലെ എല്ലാ അംഗങ്ങളും ഇതിൽ സംബന്ധിക്കുകയും അതിനെ അനുഗ്രഹമാക്കുകയും ചെയ്തു. അവരുടേതായിട്ടുള്ള പങ്കാളിത്തം നിർവഹിച്ചിട്ടുണ്ട് എന്ന് പൂർണ്ണമായിട്ട് അറിയാൻ അവരെല്ലാവരോടുമുള്ള സന്തോഷം ഈ സമയത്ത് അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഇത് ഏറ്റവും അനുഗ്രഹമാക്കിയ എല്ലാ പ്രിയപ്പെട്ടവരോടും ഇതിനുവേണ്ടി ത്യാഗപൂർവ്വം സേവനം ചെയ്തിട്ടുള്ള യുവാക്കളോടും എല്ലാവരോടുമുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ശുശ്രൂഷ സമാപിക്കുന്ന ഗോവിന്ദത്തിൽ മനസ്സുകൊണ്ട് അറിയിച്ചു. സെമിത്തേരിയിൽ അവിടെ നിൽക്കുന്നതിനുള്ള പരിമിതികളുണ്ട്. ആത്മീയ പിതാക്കന്മാർ, വൈദിക ശ്രേഷ്ഠരും അച്ഛൻ്റെ പ്രിയ കുടുംബാംഗങ്ങളും മാത്രമേ സെമിത്തേരിയിലോട്ട് പോകുന്നുള്ളൂ. മറ്റുള്ളവർ അതിന് സമീപത്ത് കഴിയുന്നത് പള്ളിയുടെ മുറ്റത്ത് മതിലിൻ്റെ അരികിലോട്ട് ചേർന്ന് നിൽക്കാതെ ഉയരമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് കഴിയുന്നതും ചേർന്ന് നിൽക്കാതെ ഇവിടെ സൗകര്യപ്രദമായ സ്ഥലത്ത് പ്രതിയും ജീവനുമേകീടും ദൈവസുതൻ ഞാനെന്നോ ബഹുബലവാനം സ്വർഗി യം ചാതോര്യത്തൊരു ഭുവനത്തെ മരണമുഖത്തിൽ ബന്ധിച്ചൊരു വിജ്ഞൻ സൃഷ്ടാവുന്നതരായി മേവുന്നവരെ പദവികളിൽ നിന്നും ഭീകരരാകും വിധികർത്താക്കള ഭരണത്തിൽ നിന്നും നീക്കുന്നു തൃപ്പാവനോടുയരി രുധിരവുമേറ്റൊരു വിശ്വാസികൾ മലരേറ്റിടുമീ ഭൂവ പുണ്യം ജീവ പ്രധാനമശിവാനിൻ
ദൈവികമാം വലഭാഗത്തവർ നിലകൊണ്ടങ്ങേ സ്തുതി പാടട്ടെ. പാവനതനുമോടുയിരും രുതിരവുമേറ്റൊരു വിശ്വാസികൾ മതരേറ്റിടുമീ ധൂപത്താൽ പുണ്യം ജീവ പ്രധാന ശിവാനിൻ ദൈവികമാം വലഭാഗത്തവർ നിലകൊണ്ടങ്ങേ സ്തുതി പാടിയിടട്ടെ. ചാതുര്യത്തോട് ഭുവനത്തെ മരണത്തിൽ ബന്ധിച്ചൊരു വിജ്ഞൻ സൃഷ്ടാവുണ്ടരായി മേവും നൃപരെ പദവികളിൽ നിന്നും ഭീകരരാകും വിധികൾ താക്കല ഭരണത്തിൽ നിന്നും നീക്കുന്നു. രുധിരവുമേറ്റൊരു വിശ്വാസികൾ പ്രതരേറ്റിടുമീ ധൂപത്താൽ പുണ്യം ജീവ പ്രധാന ശിവാനിൻ ദൈവികമാം വലഭാഗത്തവ നിലകൊണ്ടങ്ങേ സ്തുതി പാടിയിടട്ടെ. ആചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും നിന്റെ വിശുദ്ധ മുഖം തിരുപ്പി എന്നിയമത്തെയും ഞാനുപദേശിച്ചിടുമീ സാക്ഷിയെയും പാലയ്ക്കുമോ. മൂലം വാദാമുൽ മൂലം സ്പർശിച്ചുള്ള പാദങ്ങൾ ഉദ്യാന ദ്വാരങ്ങൾ വാനവരത്വ വസീകേണം സൗമൻ കാലോസ് കുരിയലായിസോ. കേൾപ്പീരും
സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. കർത്താവേ, നിന്റെ കൃപയാലും മഹാകരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ, ഞങ്ങളുടെ ശുശ്രൂഷകളെ കൈക്കൊള്ളണമേ, ഞങ്ങളുടെ സഹായത്തിനായി എഴുന്നള്ളി വരണമേ. ബലഹീന രാജ്യങ്ങൾക്ക് ഉത്തരം അരുളണമേ, ഞങ്ങളുടെ പരേതർക്ക് പാപപരിഹാരം നൽകണമേ. ഞങ്ങളുടെ കർത്താവ് എന്നേക ഞങ്ങളുടെ ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഇതിലുള്ള പ്രത്യാശയിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന ഈ ആചാര്യന് പാപപരിഹാരം നൽകുകയും ചെയ്യണമേ. സത്യവിശ്വാസപൂർവ്വമശിയായുള്ള പ്രത്യാശയിൽ ദൈവോചിതമായും ക്രിസ്തീയമായും ഇന്നേ ദിവസം നിന്ന് പ്രാപിച്ചിരിക്കുന്ന ഈ ദാസന് വേണ്ടി നിർമ്മലമായ തന്റെ കൈകളിൽ മഹാകരുണയോടെ സ്വീകരിപ്പാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിപ്പാം. പറുദീസായിലെ മോഹനീയ ഭവനങ്ങളിൽ കർത്താവ് ഇവന്റെ ആത്മാവിനെ വസിപ്പിക്കുകയും ആദ്യതമില്ലാത്ത സൗഭാഗ്യങ്ങളിൽ ഇവനെ ആനന്ദിപ്പിക്കുകയും ചെയ്യട്ടെ. ഇവന്റെ തെറ്റുകളിൽ നിന്ന് നീതിയുള്ള ന്യായാധിപൻ തന്റെ ദൃഷ്ടി പിന്തിരിക്കുകയും വലത്തുഭാഗത്തെ കളനോടുകൂടി ഏതെല്ലാം പറുദീസായിൽ ഇവനെ എത്തിക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ വാത്സല്യവാന്മാരായ പരിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള സൗഭാഗ്യങ്ങൾ നൽകുന്ന സമയത്ത് അവരുടെ ഗണങ്ങളിൽ ഇവനെ ഉൾപ്പെടുത്തി മൗത്തത്താൽ ഇവനെ പരിശോഭിപ്പിക്കട്ടെ. കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ മൗത്തവസ്ത്രവും അനശ്വരമായ മേലങ്കിയും ഇവനെ ധരിപ്പിക്കട്ടെ. തിരുവൻകാ